പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. തവനൂരിൽ വൃദ്ധ കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം അജ്ഞാതരായ 2 യുവാക്കളെ കേന്ദ്രീകരിച്ച്. കൊല നടന്ന ദിവസം വീടിന് സമീപം കണ്ട 2 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കടകശ്ശേരി തട്ടോട്ടിൽ ഇയ്യാത്തുട്ടി ഉമ്മയെ ഞായറാഴ്ചയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇയ്യാത്തുട്ടി ഉമ്മയുടെ വീടിനു സമീപം ഞായറാഴ്ച ഉച്ചയോടെ അപരിചിതരായ 2 പേരെ കണ്ടതായി നാട്ടുകാരിൽ ചിലർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരാൾ വീടിന്റെ പടിക്കലും മറ്റൊരാൾ ഉമ്മറത്തെ ഗ്രില്ലിനു സമീപവും നിൽക്കുന്നത് കണ്ടവരുണ്ട്. അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നതോടെ മോഷ്ടിക്കാൻ വേണ്ടിയാണ് കൊല നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് ഉറപ്പിച്ചു. വളയും മാലയുമെല്ലാം ഉൾപ്പെടെ ദേഹത്ത് 15 പവനോളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പോലീസ് നായ ഓടി ബസ് സ്റ്റോപ്പ് വരെ എത്തിയിരുന്നു. പ്രതികൾക്ക് പ്രാദേശികമായ ചില സഹായങ്ങളും കിട്ടിയതായി സൂചനയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന തവനൂർ കടകശ്ശേരിയിലെ ബിയ്യാത്തുമ്മയെ വീടിനകത്ത് രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് മൃതദേഹം കുടുംബാംഗങ്ങൾ കണ്ടത്. ഇയ്യാത്തുമ്മയ്ക്ക് ഭക്ഷണം നൽകാനെത്തിയ ബന്ധുവാണ് മൃതദേഹം ആദ്യം കണ്ടത്. നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് രാത്രിയോടെ തന്നെ വീടും പരിസരവും പോലീസ് കാവലിലായി. ഇയ്യാത്തുമ്മ ധരിച്ചിരുന്ന 20 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപരിചിതരായ 2 ചെറുപ്പക്കാർ ഇയ്യാത്തുമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയും ഇയ്യാത്തുമ്മയെ കണ്ടവരുണ്ട്. 70 വയസ്സായെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇയ്യാത്തുമ്മയ്ക്കുണ്ടായിരുന്നില്ല. ആഭരണങ്ങൾ ഒരുപാട് ധരിക്കുമായിരുന്ന ഉമ്മയെ ഇത് കൈക്കലാക്കാൻ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് നിഗമനം.